മാധവ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ശ്രീ എം ഡി വാസുദേവൻ നായരുടെ വളരെ ശ്രദ്ധേയമായ ഒരു ചെറുകഥയായ കുട്ടിയെടത്തി. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സവർണ സൗന്ദര്യ സങ്കല്പത്തിന്റെ പേരിൽ ജീവിതം ബലിയാടാക്കേണ്ടി വന്ന ഒരു പെണ്ണിന്റെ കഥ. സ്നേഹത്തിനോ പരിഗണനയ്ക്കോ കരുതലിനോ വേണ്ടി ആരോടും യാചിക്കാത്ത കുട്ടിയെടത്തി. ഇവിടെ കഥ പറയുന്നത് വാസുവാണ്. ചെറിയ ആൺകുട്ടിയായ വാസു. വാസുവിന്റെ അമ്മയുടെ ചേച്ചി വലിയമ്മയ്ക്ക് 2 പെൺകുട്ടികളാണ്, കുട്ടിയെടത്തിയും ജാനുവേടത്തിയും. ജാനുവേടത്തിക്ക് നല്ല ചന്തമുണ്ട്, വെളുത്തിട്ടാണ്. അവരുടെ കൈത്തണ്ടകൾ, നീലിച്ച ഞരമ്പുകളുള്ള കൈത്തണ്ടയിൽ തൊടുമ്പോൾ വാഴക്കൂമ്പിൽ തൊടുന്നത് പോലെയാണ്, അത്ര മിനുമിനുപ്പാണ് അവരുടെ കൈക്ക്. അടുത്തേക്ക് വരുമ്പോൾ നല്ല ചന്ദന സോപ്പിന്റെ മണവും. എന്നാൽ കുട്ടിയെടത്തി കറുത്തിട്ടാണ്, ജാനുവേടത്തിയുടെ ഭാഷയിൽ തൊട്ട് കണ്ണെഴുതാം. അടുത്തേക്ക് വരുമ്പോൾ വിയർപ്പിന്റെയും ഈറനുണങ്ങാത്ത തുണിയുടെയും മണം, കൈകളിൽ തൊടുമ്പോൾ വിറകുള്ളിയിൽ തൊടുന്നത് പോലത്തെ പരുപരുപ്പ്. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത കൂടി കുട്ടിയെടത്തിക്കുണ്ട്. കുട്ടിയെടത്തിയുടെ ചെവിയിൽ ഒരു മണിയുണ്ട്. മണിയെന്ന് പറയുമ്പോൾ ഒരു ചെറിയ മാംസകഷ്ണം. വാസുവിനത് കാണുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നാറുണ്ട്. പക്ഷെ എന്നാലും വാസുവിനിഷ്ടം കുട്ടിയെടത്തിനെയാണ്. പക്ഷെ കുട്ടിയെടത്തിയെ വീട്ടില് ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും അവഗണനയും വെറുപ്പും ഒക്കെയാണ്, സ്വന്തം അമ്മയ്ക്ക് പോലും. എപ്പോഴും വല്യമ്മ ശാപവാക്കുകളും അടിയും വഴക്കും ചീത്തയും എല്ലാം കുട്ടിയെടത്തിയെ പറയും. എന്നാലും കുട്ടിയെടത്തി ഇതൊന്നും ശ്രദ്ധിക്കാറേയില്ല. കൊത്താങ്കല്ല് കളിക്കാനും കുഴിയാനെ പിടിക്കാനും എല്ലാം വാസുവിന്റെ കൂടെ പോകും. എന്നും എന്തെങ്കിലും കുരുത്തക്കേടുകൾ ഒപ്പിക്കുകയും ചെയ്യും. എല്ലാവർക്കും കുട്ടിയെടത്തിയെക്കുറിച്ച് എപ്പോഴും പരാതിയാണ്. ഇതിനും വല്യമ്മയുടെ കയ്യിൽ നിന്ന് നിറയെ ചീത്തവിളികൾ കേൾക്കും. എടി, പെൺകുട്ടികളാണെങ്കിൽ വീട്ടിലിരിക്കണം, വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണം, ആണില്ലാത്ത വീട്ടില് 4 തൂണിനെയെങ്കിലും ഭയപ്പെടണം എന്നൊക്കെ വല്യമ്മ പറയും. പക്ഷെ അതൊന്നും കുട്ടിയെടത്തിയെ ബാധിക്കാത്ത കാര്യമാണ്. എന്നും ഉച്ചകഴിഞ്ഞ് കുട്ടിയെടത്തിക്ക് ഒരു സർക്കീറ്റ് ഉണ്ട്. ഇല്ലത്തുവളപ്പിലും വടക്കേപ്പറമ്പിലും ആമുനമ്മയുടെ മുറ്റത്തും അങ്ങനെ പല സ്ഥലത്തും. ഉച്ചയ്ക്ക് ഇല്ലത്തുപറമ്പില് മാവിൽ കയറി വാസുവിന് മാങ്ങ പറിച്ചു കൊടുക്കും. ഇതിനും അമ്മയുടെ കയ്യിൽ നിന്ന് നിറയെ ചീത്ത കിട്ടും, നിറയെ വഴക്കും അടിയും എല്ലാം കിട്ടും. പെൺകുട്ടികള് മരം കയറി നടക്കേണ്ടവരല്ല, വീട്ടില് അടങ്ങിയിരിക്കേണ്ടവരാണ് എന്ന് അമ്മ പറയും. കുട്ടിയെടത്തിയുടെ ഈ കറക്കത്തിന് ജാനുവേടത്തി പറയുന്നത് തെണ്ടി മൈസറേട്ട് എന്നാണ്. വാസുവിന് പക്ഷെ ജാനുവേടത്തിയേക്കാളും ഇഷ്ടം കുട്ടിയെടത്തിയാണ്. കാരണം ജാനുവേടത്തി പലപ്പോഴും വാസുവിനെ എടാ ചെറുക്ക എന്നാണ് വിളിക്കുന്നത്. എന്നാൽ കുട്ടിയെടത്തി വളരെ സ്നേഹത്തോടെ വാസുവെ എന്ന് നീട്ടി വിളിക്കും. ഇങ്ങനെ പോകുമ്പോൾ കുട്ടിയെടത്തിക്ക് ചില കല്യാണാലോചനകളൊക്കെ വരാറുണ്ട്, ഗോവിന്ദമാമ കൊണ്ടുവരുന്നത്. എന്നാൽ പലർക്കും കുട്ടിയെടത്തിയെ ഇഷ്ടപ്പെടാറില്ല. ചിലർക്കൊക്കെ ജാനുവിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഗോവിന്ദമാമ പറയും, എന്നാൽ ജാനുവേടത്തിയുടെ കല്യാണം അങ്ങ് നടത്തിയേക്കാന്ന്. പക്ഷെ വല്യമ്മ സമ്മതിക്കത്തില്ല, കുട്ടിയെടത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന് പറയും. പക്ഷെ ഒരുപാട് പേരുടെ മുന്നിൽ ഒരുങ്ങി നിന്ന് കുട്ടിയെടത്തി മടുത്തു. അവസാനം തീർത്തു പറയും, വാശിയോട് പറയും, ഇനി ആരുടെ മുന്നിലും ഞാൻ ഒരുങ്ങി നിൽക്കില്ല എന്ന്. അതിനും അമ്മയുടെ കയ്യിൽ നിന്ന് നിറയെ അടിയും ചീത്തയും കിട്ടും. കുരുത്തം കെട്ടവളെ എന്ന് വിളിക്കുക, കുരുത്തം കെട്ടവളെ, നീ ഇരിക്കുന്നിടത്ത് മുത്തങ്ങാപ്പുല്ല് പോലും കിളുക്കത്തില്ല എന്നിങ്ങനെ കടുത്ത ശാപവാക്കുകൾ അമ്മ പറയും. അമ്മ കുട്ടിയെടത്തിയെ എങ്ങോട്ടും കൊണ്ടുപോകാറുമില്ല. തിരുനാവായില് വാവ് കുളിക്കാൻ പോകുമ്പോഴും കാവൽ ഉത്സവത്തിന് പോകുമ്പോഴും എല്ലാം ജാനുവേടത്തിയാണ് കൂടെ കൊണ്ടുപോകുന്നത്. പലപ്പോഴും കുട്ടിയെടത്തി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതൊരിക്കലും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയെടത്തി പറയും, അമ്മയ്ക്ക് എന്നെ കൊണ്ടുപോകുന്നത് ചന്തം പോരാഞ്ഞിട്ടായിരിക്കും എന്ന്. അതിനും വല്യമ്മയുടെ കയ്യിൽ നിന്ന് നിറയെ ചീത്തവിളികളായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ വിരസമായി ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടിയെടത്തിയുടെ ജീവിതത്തിലേക്ക് അപ്പുണ്ണിയുടെ കടന്നുവരവ്. അപ്പുണ്ണിയും കീഴ്ജാതിക്കാരനായ അപ്പുണ്ണിയും കുട്ടിയെടത്തിയും പല സ്ഥലങ്ങളിലും വെച്ച് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പുണ്ണി കുട്ടിയെടത്തിക്ക് കുപ്പിവളകൾ വാങ്ങി നൽകുകയും ചെയ്യും. എന്നാൽ ഈ ബന്ധം അങ്ങനെ രഹസ്യമായി തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ ഒരിക്കല് ആരോ പറഞ്ഞ് ഇത് വീട്ടിലറിയും. വല്യമ്മ ഒരുപാട് കുട്ടിയെടത്തി അടിക്കും, ഒരുപാട് വഴക്ക് പറയും, അടിച്ചു മടുക്കും. കയ്യിലിരിക്കുന്ന ചൂലിലെ ഈർക്കളികൾ തെറിച്ചു പോകുന്നിടം വരെ കുട്ടിയെടത്തി അടിക്കും. ഒരുപാട് അടിച്ച അവശയായി കുട്ടിയെടത്തി ഒരുപാട് കരയും. ഇനി ഞാൻ മരിക്കേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ സ്ഥിരമായി അങ്ങനെ പറയുന്നത് കൊണ്ട് അമ്മ പറയും, നീ മരിച്ചാലും മതി എന്ന് പറയും. അന്ന് വാസുവിന് വല്ലാത്ത സങ്കടം തോന്നും കുട്ടിയെടത്തിയെ കാണുമ്പോൾ. അമ്മയെ, കുട്ടിയെടത്തി ഇനി വല്യമ്മ അടിക്കല്ലേ എന്ന് വാസു കേണപേക്ഷിക്കും. പക്ഷെ വല്യമ്മ കേൾക്കത്തില്ല, നിറയെ അടി കൊടുക്കും. അന്ന് വാസു കുട്ടിയെടത്തിയുടെ കൂടെയാണ് കിടന്നത്. അന്ന് കുട്ടിയെടത്തി ഒരുപാട് സങ്കടത്തോടെ സ്നേഹത്തോടെ വാസുവിനോട് പറയും, വാസു പഠിച്ച് മിടുക്കനാവണം, വലുതാവുമ്പോൾ വല്യമ്മയും അമ്മയൊക്കെ നോക്കണം എന്ന് പറയും. അങ്ങനെ വാസു അന്ന് കുട്ടിയെടത്തിയുടെ കൂടെ കിടക്കും. പിറ്റേന്ന് കുട്ടിയെടത്തി
ആർക്കും വേണ്ടാത്ത തൻ്റെ ജീവിതം ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കും. അങ്ങനെ കുട്ടിയടത്തിയുടെ ജീവിതം ഒരു പൊള്ളയായ സൗന്ദര്യ സങ്കല്പങ്ങളുടെ പേരിൽ ജീവിതം ബലിയാടായ ഒരു പെണ്ണിന്റെ കഥ. കാരണം സൗന്ദര്യം എന്നത് പുറമേ കാണുന്നത് മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു ദുരവസ്ഥയാണിത്. അതുപോലെ കുട്ടിയടത്തി ഇവിടെ വല്യമ്മയുടെയും മറ്റുള്ളവരുടെ എല്ലാം വെറുപ്പും അവഗണനയെല്ലാം കിട്ടുമ്പോഴും കുട്ടിയടത്തി ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരിയാണ്. കാരണം തനിക്ക് സന്തോഷം നൽകുന്ന എല്ലാ കാര്യങ്ങളും കുട്ടിയടത്തി ചെയ്യുന്നുണ്ട്. കുട്ടിയടത്തിക്ക് ഇഷ്ടമുള്ള അതായത് അവരുടെ ജീവിതത്തിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു. അല്ലെങ്കിൽ അതുപോലെ അന്ധവിശ്വാസങ്ങളെയോ അനാചാരങ്ങളെയോ അപ്പടി അടച്ച് അവർ വിശ്വസിക്കുന്നുമില്ല. അതിനെല്ലാം എതിരെ നിന്നിരുന്ന ഒരു ചെറിയ വിപ്ലവകാരി എന്ന് വേണമെങ്കിൽ നമുക്ക് കുട്ടിയടത്തിയെ വിശേഷിപ്പിക്കാം. കാരണം അതിനുള്ള ഒരു സംഭവമാണ് പണിക്കര് പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറയും മച്ചില് ഒരു ചൊവ്വയുണ്ട് എന്ന്. ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭഗവതി. അപ്പൊ ഭഗവതിയുടെ നിധി മച്ചിലിരിപ്പുണ്ട്, അത് തറവാടിന് ഐശ്വര്യമാണെന്ന് പറയും. അപ്പൊ കുട്ടിയടത്തി ഒരു ദിവസം വാസുവിനോട് പറയും, വാസുവെ നമുക്ക് മച്ചു പൊളിക്കാം, ഭഗവതിയുടെ നിധി കൊണ്ട് ഭഗവതിക്ക് എന്താണ് ആവശ്യം, നമുക്കാണെങ്കിൽ പൈസ കിട്ടിയിട്ട് ഒരുപാട് ആവശ്യങ്ങളുമുണ്ട്, അതുകൊണ്ട് നമുക്ക് മച്ചു പൊളിക്കാം, അമ്മയും വല്യമ്മയും ഇല്ലാത്ത ഒരു ദിവസം നോക്കി നമുക്ക് മച്ചു പൊളിക്കാം എന്ന്. ചെറിയമ്മയും വല്യമ്മയും ഇല്ലാത്തൊരു ദിവസം നോക്കി മച്ചു പൊളിക്കാം എന്ന് പറയും. അങ്ങനെ തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല. കാരണം ചെറിയമ്മയും വല്യമ്മയും ഉത്സവത്തിന് പോകുമ്പോൾ പൊളിക്കാനായിരുന്നു, അവർ ഉത്സവത്തിന് പോയില്ല. അങ്ങനെ മച്ചു പൊളിക്കൽ നടന്നില്ല. അങ്ങനെ എല്ലാ അനാചാരങ്ങൾക്കും എതിരെ ചിന്തിക്കുന്ന ഒരു വിപ്ലവകാരി. അതുപോലെ ഇവിടെ നമ്മൾ വല്യമ്മയെ പറ്റി പറയുമ്പോൾ വല്യമ്മ എപ്പോഴും ശാപവാക്കുകളും വഴക്കുകളും ഒക്കെ കുട്ടിയടത്തിയുടെ നേരെ പ്രയോഗിക്കുമ്പോഴും അവരത്രയും ഒരു ചീത്ത സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഗോവിന്ദമാമ കല്യാണം കൊണ്ടുവരുന്ന കല്യാണത്തിന് പലർക്കും ജാനുവടത്തി ഇഷ്ടപ്പെടുമ്പോൾ ഗോവിന്ദമാമ പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ആ കല്യാണം അങ്ങ് നടത്താം എന്ന്. പക്ഷെ അവിടെ വല്യമ്മ സമ്മതിക്കുന്നില്ല. മാളക്കുട്ടിയുടെ കല്യാണം നടന്നിട്ട് മതി എന്ന് തീർത്തു പറയുന്നു. അവിടെ കുട്ടിയടത്തിയുടെ ജീവിതം ഒരു സുരക്ഷിത കരങ്ങളിൽ എത്തിച്ചേരണം എന്ന് വല്യമ്മ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരിങ്ങനെ ആയിത്തീർന്നത് അവരുടെ ജീവിതം കൊണ്ട് അങ്ങനെ ആയിത്തീർന്നതായിരിക്കാം. കാരണം താഴത്തുകുളപ്പിലെ കുട്ടനായരുടെ ഭാര്യയായിരുന്നു അവര്. വളരെ ആഡംബരത്തിലും ആഭിജാത്യത്തിലും ഒക്കെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ, ഒരുപാട് പേർക്ക് ധനസഹായം നൽകിയിരുന്ന ഒരാള്. പക്ഷെ പെട്ടെന്നൊരു നിമിഷത്തില് കുട്ടനായർ മരണപ്പെട്ടു. കുട്ടനായരുടെ മരണത്തിന് ശേഷം ആ തറവാട്ടിൽ നിന്ന് 2 കുഞ്ഞു പെൺകുട്ടികളെയും കൊണ്ട് സ്വന്തം തറവാട്ടിൽ വന്ന് കയറേണ്ടി വന്ന വല്യമ്മയുടെ വിധി. വല്യമ്മയ്ക്കൊരു ആൺകുട്ടി ഇല്ലാത്തതിന്റെ വലിയതായ സങ്കടങ്ങളുണ്ട്. വല്യമ്മേനെ ഓർത്ത് വാസുവിന്റെ അമ്മയ്ക്കും വിഷമമാണ്. കാരണം വാസുവിന്റെ അമ്മയ്ക്ക് വാസു കൊണ്ട് ദൂരേന്ന് പൈസ അയച്ചു കൊടുക്കാൻ ഭർത്താവുണ്ട്. പക്ഷെ വല്യമ്മയുടെ സ്ഥിതി ഇതൊന്നുമല്ലല്ലോ എന്നോർത്ത് വാസുവിന്റെ അമ്മയ്ക്കും വല്യമ്മയെ ഓർത്ത് വല്ലാത്ത വിഷമമാണ്. അതുപോലെ ഇവിടെ ഇവിടെ വല്യമ്മ എന്ന് പറയുന്നയാൾ ഒരു ആചാരങ്ങളുടെ ബന്ധനത്തിലാണ്. പലപ്പോഴും അങ്ങനെയല്ല, എല്ലാവരും ഒരു കാലഘട്ടത്തിലെ ആചാരങ്ങളെ നമ്മൾ അറിയാതെ ബന്ധനത്തിലായി പോകും. അതുപോലെ കുട്ടിയടത്തി ഈ ലോകത്തുനിന്ന് തന്നെ വിട പറഞ്ഞത് മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാതെ അല്ലെങ്കിൽ അവഗണനകളും വെറുപ്പും മാത്രമുള്ള ഈ ലോകത്തുനിന്ന് അവര് എന്നേക്കുമായി ഇല്ലാണ്ടാകുന്നു. അതും പക്ഷെ അതിൻ്റെ അകത്ത് വേറൊരു കാരണവും കൂടെയുണ്ട്. ആരുടെയും വല്യമ്മ വെറുത്തിട്ടോ അല്ലെങ്കിൽ അടികിട്ടിയിട്ടോ ഒന്നുമല്ല. വറ്റി വരണ്ട ഒരു മണൽക്കാട് പോലെയുള്ള കുട്ടിയടത്തിയുടെ മനസ്സിലേക്ക് അപ്പുണ്ണി ഒരു പുതുമഴയായിട്ട് പെയ്തിറങ്ങി. പക്ഷെ ആ സ്നേഹവും തനിക്ക് അന്യമാകുകയാണെന്നുള്ള തിരിച്ചറിവിലാണ് കുട്ടിയടത്തി തന്റെ ജീവിതം അവസാനിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നത്. കുട്ടിയടത്തി എം ഡിയുടെ തറവാട്ടിലെ തന്നെ അദ്ദേഹം ജനിക്കുന്നതിന് മുന്നേ തന്നെ തറവാട്ടില് ഇതുപോലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, മീനാക്ഷിയടത്തിയുടെ കാതില് ഒരു കറുത്ത മണി തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അത് കരക്കത്തി വെച്ച് മുറിച്ചു കളയാനുള്ള ഒരു ശ്രമമൊക്കെ അന്ന് മീനാക്ഷിയടത്തി നടത്തിയതായിട്ട് എം ഡിക്ക് അറിയാം. ആ മീനാക്ഷിയടത്തിയാണ് എം ഡിയുടെ തൂലികയിലൂടെ കുട്ടിയടത്തിയായിട്ട് പുനർജനിച്ചത്. ഈ കഥ മലയാളത്തിലെ സിനിമയായിട്ടുണ്ട്. എം ഡിയുടെ തന്നെ തിരക്കഥയില് PN മേനോൻ സംവിധാനം ചെയ്ത കുട്ടിയടത്തി. അതില് നായികയായിട്ട് അഭിനയിച്ച വിലാസിനി എന്ന നായിക പിന്നീട് കുട്ടിയടത്തി വിലാസിനി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പൊള്ളയായ സൗന്ദര്യ സങ്കല്പങ്ങളുടെ പേരില് ജീവിതം ബലിയാടായ കുട്ടിയടത്തി എന്ന ചെറുകഥാസ്വാദനം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കഥയുമായി മാധവ് മലയാളത്തിലൂടെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.